ശ്രീ ടി സിദ്ദിഖ് കോൺഗ്രസ് ആണ് JDS-നെ NDA-യിലേക്ക് തള്ളിവിട്ടതെന്നുള്ള ആരോപണം നിരന്തരം JDS-ന്റെ നേതാക്കളുടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊടുവിൽ ഇതാ ഇപ്പോൾ കർണാടകയിൽ NDA-യുടെ പോസ്റ്ററിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയും നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതികരണം? ജനാധിപത്യത്തിലെ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് BJP സംഘപരിവാർ നരേന്ദ്രമോദി ഇവരുടെ കൂടെ കൃഷ്ണൻകുട്ടി മന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പടങ്ങൾ BJP സ്ഥാനാർത്ഥിയുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളരെ കൃത്യവും പ്രകടവുമാണ്. നേരത്തെ ഉള്ളിലൂടെ നടക്കുന്ന അന്തർധാരയും പ്രവർത്തനങ്ങളും മറനീക്കി പുറത്തു വന്നു എന്നുള്ളതാണ്. BJP-യിലേക്കും സംഘപരിവാറിലേക്കുമുള്ളതായിരിക്കുന്ന പാലം പല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ് ദേവഗൌഡയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സംഘടനാ സംവിധാനത്തിലൂടെ BJP-യുമായി പിന്തുണച്ചുകൊണ്ട് അവരുടെ പോസ്റ്ററിൽ വരെ പ്രത്യക്ഷപ്പെട്ടതായിരിക്കുന്ന കേരളത്തിലെ രണ്ട് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരുടെ പടങ്ങൾ, രണ്ട് മന്ത്രിമാരുടെ, പിണറായി വിജയൻ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരുടെ പടങ്ങൾ കടന്നു വന്നു എന്നുള്ളത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. ശ്രീ ദേവഗൌഡ അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമി, നേരത്തെ കുമാരസ്വാമി പറഞ്ഞതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഇതിന്റെ പെർമിഷൻ ശ്രീ പിണറായി വിജയൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതായ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരുന്നു. കേരളത്തിൽ സജീവമായി അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോ അവിടെ അങ്ങനെ നിങ്ങൾ തുടർന്നോളൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അനുവാദം കൊടുത്തു എന്നാണ് അതിനർത്ഥം. അവിടെ അങ്ങനെ തുടർന്നോളൂ, ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാവാം എന്ന് പറയുന്ന സമീപനം എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് അവർ BJP-യെ ചേർത്ത് നിർത്താനും കൈകാര്യം ചെയ്യാനും ശ്രമിച്ചിട്ടുള്ളത് എന്നത് കേരളത്തിന്റെ ജനാധിപത്യ സമൂഹത്തിന് തീരാക്കളങ്കമായിട്ടുള്ള സമയക്കുറവുള്ളതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ഇത് മറ്റൊരു തരത്തിൽ ബാന്ധവമാണെന്നുള്ള, അതായത് ഇടതു മുന്നണി ഇവിടെ പിണറായി വിജയന്റെ സമ്മതത്തോടു കൂടി തന്നെയുള്ള കർണാടകയിലെ ഒരു ബാന്ധവമാണെന്നുള്ള ഒരു നിലപാടിൽ പ്രതികരണത്തിലാണ് ടി സിദ്ദിഖ് MLA എത്തി നിൽക്കുന്നത്.